അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് അൽഹംദുലില്ലാ നമ്മളെ കിച്ചണിൻ്റെ ഏകദേശം പണികൾ ഇന്നത്തോടെ കഴിയാനാണ് കേട്ടോ. ഇന്ന് ലാസ്റ്റ് തീർപ്പാന്ന് പറഞ്ഞവർ. അപ്പം ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സഹായിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളിങ്ങനെ കിച്ചണിൻ്റെ പണി ഇങ്ങനെ നടക്കുന്നുള്ളത് കേട്ടോ. അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് എല്ലാവർക്കും അറിയാലോ നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ കഴിയൂല എന്നുള്ളത്. നമുക്കധികം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങളധികം ഉണ്ടാകും. ഇപ്പോഴും ഇത് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കാന്നല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന് ഞാൻ തോന്നുന്നു. മോനിങ്ങനെ കൗണ്ട് കുറയുന്നതുകൊണ്ട് മരുന്ന് കയറ്റണം. എന്നാലും അതിൻ്റെ ഇടയിലൂടെ നമ്മളെ കിച്ചണിൻ്റെ പണികളും കാര്യങ്ങളും നടക്കണം. പിന്നെ തന്ന ആളെ പേര് ഇപ്പോൾ ഞങ്ങൾ എടുത്ത് പറയണില്ല. എന്നാലും നമ്മളെ സഹായിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ കേട്ടോ, വീടും കാര്യങ്ങളൊക്കെ തേച്ചതൊക്കെ നമ്മൾ ലോൺ എടുത്തായിട്ടാണ് വീടുണ്ടാക്കിയത്. പെട്ടെന്ന് അസുഖം കാര്യങ്ങളുകൊണ്ട് ലോണൊക്കെ ഒന്ന് പെൻഡിങ്ങായി വീട് വിൽക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. അതിൻ്റെ ഇടയിൽ നിന്നാണ് വീട് വിൽപ്പനയൊക്കെ നിർത്തി. ഒരുപാട് പേര് സഹായിച്ച്. മോനാണെങ്കിൽ ചെറിയൊരു പണിയുണ്ട്. മോനാണിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ തളരുന്നിങ്ങനെ വിചാരിച്ചു കേട്ടോ, കുടുങ്ങും എന്നിങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോഴാണ് പഠിച്ചവൻ ആരെങ്കിലും നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ ഇറക്കി തരല്. അൽഹംദുലില്ലാ. അപ്പോൾ ഏകദേശം പണി കഴിയാനായി, ഇന്നത്തോടെ കഴിയും. മക്കൾക്ക് തന്നെ നമുക്കിതൊരു സ്വപ്നത്തിൽ കാണുന്ന പോലെ കേട്ടോ. നമ്മളെ വീട് ഇങ്ങനെ നമ്മളാക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേന്. നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു വീടാണിത്. നമ്മൾ വിൽപ്പനയൊക്കെ നടത്തി അഡ്വാൻസ് വരെ വാങ്ങിന്. പെട്ടെന്ന് എല്ലാവരും ഇടപെട്ട് നമുക്ക് ഇനി ലോണും കാര്യങ്ങളും അങ്ങനെ അടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. എന്നാലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക കേട്ടോ. നമ്മളെ സഹായിച്ചവരൊക്കെ ഒന്ന് ഓരോ ഉദ്ദേശങ്ങളൊക്കെ ഒന്ന് ഹാസിലാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അതുപോലെ തന്നെ മോൻ്റെ അസുഖം പെട്ടെന്ന് മാറിക്കിട്ടാനും ഒക്കെ ഒന്ന് പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.